നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് നിങ്ങളുടെ ജാതക വിശകലനമല്ല, മറിച്ച് ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമാണ്. ഇത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കും. ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമാണോ അതോ പ്രതികൂലമാണോ എന്നാണ് ഇതിലൂടെ നോക്കുന്നത്. ഇതിനോടൊപ്പം നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും നിങ്ങളുടെ കർമ്മങ്ങളും കൂടി ചേരുമ്പോഴാണ് പൂർണ്ണ ഫലം ലഭിക്കുന്നത്. ഈ വീഡിയോയിൽ ഏപ്രിൽ മാസ പ്രവചനങ്ങളോടൊപ്പം തന്നെ ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗത്ത് 2026 നിങ്ങളുടെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ വിഷുഫലം കൂടി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിനാൽ മാസഫല പ്രവചനത്തോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ നിങ്ങളുടെ വിഷുഫലങ്ങൾ കൂടി കൃത്യമായി മനസ്സിലാക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജന്മരാശിയിൽ നിന്ന് നോക്കുമ്പോൾ 2-ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു, 4-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ രാഹുവും ബുധനും, 11-ാം ഭാവത്തിൽ ചൊവ്വ, ശനി, സൂര്യൻ എന്നീ 3 ഗ്രഹങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നു. 12-ാം ഭാവത്തിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന്റെ പൊതുവായ അവസ്ഥയെയും രോഗപ്രതിരോധ ശേഷിയെയും തീരുമാനിക്കുന്നത് ജ്യോതിഷത്തിലെ 1-ാം ഭാവമാണ്. ഒരു വീടിന്റെ അടിത്തറ എത്രത്തോളം പ്രധാനമാണോ അതുപോലെയാണ് നമ്മുടെ ജാതകത്തിൽ 1-ാം ഭാവം. ഈ ഭാവം ശക്തമാണെങ്കിൽ നമുക്ക് രോഗങ്ങളെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയും. ഏപ്രിൽ 19 വരെ ഇടവൻ രാശിക്കാരുടെ അധിപനായ ശുക്രൻ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ രാശിയുടെ 12-ാം ഭാവത്തിലൂടെയാണ്. ജ്യോതിഷത്തിൽ 12-ാം ഭാവം എന്നത് നഷ്ടങ്ങളെയും ചെലവുകളെയും സൂചിപ്പിക്കുന്നു. രാശിനാഥൻ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഊർജവും രോഗങ്ങളെ തടയാനുള്ള കഴിവും അല്പം കുറയാൻ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. പെട്ടെന്ന് വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഈ ഗ്രഹനില കാരണമാകും. അതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിങ്ങളെ വേഗത്തിൽ ബാധിച്ചേക്കാം. കഫക്കെട്ട്, ജലദോഷം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും വയറിളക്കം പോലുള്ള ഉദര രോഗങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഏപ്രിൽ 19 കഴിയുന്നതോടെ ശുക്രൻ 12-ാം ഭാവത്തിൽ നിന്ന് മാറി നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് പ്രവേശിക്കും. ഇത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ശുക്രൻ സ്വന്തം രാശിയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന അതിശക്തമായ ഒരു യോഗമാണ് മാളവ്യ രാജയോഗം. ഇത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നാണ്. ഈ യോഗം തുടങ്ങുന്നതോടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാന്ത്രികമെന്നോണം മാറാൻ തുടങ്ങും. മനസ്സിനും ശരീരത്തിനും പുതിയ ഉന്മേഷം ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും കൂടുതൽ കരുത്തനായി നിങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും. ഒരു വിദ്യാർത്ഥിയുടെ പഠന നിലവാരം, ബുദ്ധിശക്തി, പുതിയ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവ് എന്നിവയെ സൂചിപ്പിക്കുന്നത് ജ്യോതിഷത്തിലെ 5-ാം ഭാവമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ 5-ാം ഭാവത്തിന്റെ അധിപൻ ബുദ്ധിശക്തിയുടെ ഗ്രഹമായ ബുധനാണ്. ഏപ്രിൽ 11 കഴിയുന്നതോടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രയാസമുള്ള വിഷയങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാനും മികച്ച രീതിയിൽ പരീക്ഷകൾ എഴുതാനും ഈ മാറ്റം സഹായിക്കും. കാര്യങ്ങൾ മറന്നുപോകുന്ന അവസ്ഥ മാറി പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർത്തെടുക്കാൻ ബുധന്റെ ഈ സ്ഥാനം നിങ്ങളെ സഹായിക്കും. ഏപ്രിൽ 14 സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ, അതായത് ഏറ്റവും ശക്തമായ അവസ്ഥയിലെത്തും. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഗുണം ചെയ്യും. നിങ്ങൾ PSC, UPSC അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. ഗ്രൂപ്പ് സ്റ്റഡികളിലും സെമിനാറുകളിലും മികച്ച നേതൃത്വം നൽകാൻ നിങ്ങൾക്ക് കഴിയും. പഠനത്തിന് അനുകൂലമായ ഗ്രഹസ്ഥിതി ഉണ്ടെങ്കിലും ശനി ഒപ്പമുള്ളതിനാൽ ചില തടസ്സങ്ങൾ നിങ്ങൾ സ്വയം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് മാറി മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് പഠിക്കേണ്ട നാളെയാകാമെന്ന തരത്തിലുള്ള മടി നിങ്ങളെ പിടികൂടിയേക്കാം. എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാനോ സ്വന്തം കഴിവിൽ സംശയം തോന്നാനോ ശനിയുടെ സ്വാധീനം കാരണമാകും. ഈ സമയത്ത് മനസ്സിനെ നിയന്ത്രിക്കുകയും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
വിവാഹ ജീവിതത്തെയും പങ്കാളിയെയും കുറിച്ച് പറയുന്ന 7-ാം ഭാവത്തിന്റെ അധിപനായ ചൊവ്വ ഇപ്പോൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ 11-ാം ഭാവത്തിലൂടെയാണ്. ജ്യോതിഷത്തിൽ 11-ാം ഭാവം എന്നത് ലാഭത്തെയും നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്ന സ്ഥലമാണ്. പങ്കാളിയുടെ ഗ്രഹമായ ചൊവ്വ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഈ മാസം വളരെ മികച്ചതാക്കും. പങ്കാളിയുടെ ജോലിയിലോ ബിസിനസ്സിലോ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാനോ കരിയറിൽ വലിയൊരു മാറ്റമുണ്ടാകാനോ ഈ സമയം സഹായിക്കും. പ്രണയത്തിന്റെയും വിവാഹത്തിന്റെയും ഗ്രഹമായ ശുക്രൻ ഏപ്രിൽ 19 വരെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് വിവാഹ ചർച്ചകളിൽ അല്പം തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഭാവിയിലേക്കുള്ള വലിയ പദ്ധതികൾ, ഉദാഹരണത്തിന് വീട് പണി, വലിയ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ദൂരയാത്രകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവിത പങ്കാളികൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ ആശയങ്ങൾ പങ്കാളിക്ക് മനസ്സിലാകാതെ വരികയോ തിരിച്ചോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരസ്പരം ശാന്തമായി കേൾക്കാൻ ശ്രമിക്കുക. ഏപ്രിൽ 19 ശേഷം ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് മാറുന്നതോടെ കാര്യങ്ങൾ മാറും. ഈ സമയം ദമ്പതികൾക്കിടയിലുള്ള എല്ലാ പിണക്കങ്ങളും മാറുകയും കൂടുതൽ സ്നേഹത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ടു പോകാൻ കഴിയുകയും ചെയ്യും. വിവാഹ ജീവിതം കൂടുതൽ മനോഹരവും സമാധാനപരവുമാകുന്ന സമയമാണിത്. ജ്യോതിഷത്തിൽ നമ്മുടെ കർമ്മത്തെയും ഭാഗ്യത്തെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രഹമാണ് ശനി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ശനി ഇപ്പോൾ നിങ്ങളുടെ 11-ാം ഭാവത്തിലാണ്, അതായത് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾക്കുള്ള സൂചനയാണ്. സാധാരണയായി ശനി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭയമാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ആ പേടിയുടെ ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ 7.5 ശനിയുടെയോ കണ്ടക ശനിയുടെയോ ബുദ്ധിമുട്ടുകളില്ല. ശനി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് അർഹമായ പ്രതിഫലം ലഭിക്കും. ഭാഗ്യം നിങ്ങളുടെ കൂടെയുള്ളതിനാൽ തടസ്സങ്ങൾ കുറവായിരിക്കും. ചില പ്രത്യേക തൊഴിൽ മേഖലകളിൽ ഉള്ളവർക്ക് ഈ മാസം അതിശയിപ്പിക്കുന്ന വളർച്ചയുണ്ടാകും. ഹോസ്പിറ്റാലിറ്റി, മെഡിക്കൽ ഫീൽഡ് എന്നിവയിലുള്ളവർക്ക് നല്ല സമയമാണ്. IT, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രൊജക്ടുകൾ ലഭിക്കും. കൃഷി ചെയ്യുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കും ലാഭമുണ്ടാക്കുന്ന സമയമാണിത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജനസമ്മതിയും സമ്മാനങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ 10-ാം ഭാവത്തിൽ, അതായത് തൊഴിൽ ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. രാഹുവിന്റെ ഈ സ്ഥാനം നിങ്ങളെ ഒരു സാധാരണ തൊഴിലാളി എന്നതിലുപരി ഒരു ബുദ്ധിമാനായ തൊഴിൽ ദാതാവാക്കി മാറ്റും. കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുങ്ങിയ പരിശ്രമം കൊണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ രാഹു നിങ്ങളെ സഹായിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് മികച്ച മാസമാണ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പുതിയ ആളുകൾ കടന്നുവരും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭത്തിന് വഴിയൊരുക്കും. പുതിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഏപ്രിൽ 19 ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ആ സമയത്ത് നിങ്ങളുടെ രാശിനാഥൻ അനുകൂലമായ സ്ഥാനത്തെത്തുന്നതോടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള നഷ്ടസാധ്യത കുറയും. ഭാഗ്യവും ബുദ്ധിയും കൈകോർക്കുന്ന ഒരു മാസമാണിത്. ഏപ്രിൽ 19 വരെ ഒന്ന് ക്ഷമിക്കുകയും അതിനുശേഷം കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ടു പോവുകയും ചെയ്താൽ കരിയറിലും ബിസിനസ്സിലും നിങ്ങൾക്ക് വലിയ വിജയം സ്വന്തമാക്കാം. ഇടവക്കൂറിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. ഔദ്യോഗിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ വ്യക്തി ജീവിതത്തിൽ ചില മുൻകരുതലുകൾ ആവശ്യമാണ്. ഈ വർഷം ജൂൺ മാസം മുതൽ പണമിടപാടുകളിൽ അതീവ ജാഗ്രത വേണം. വലിയ തുകകൾ കടം കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തർക്കങ്ങൾ വഴക്കുകളിലേക്ക് മാറാതെ വിട്ടുവീഴ്ച മനോഭാവത്തോടെ കൈകാര്യം ചെയ്യുന്നത് ഭാവിയിലേക്ക് നല്ലതാണ്. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും നിരീക്ഷണവും ആവശ്യമാണ്. അവരുടെ കൂട്ടുകെട്ടുകളും സ്വഭാവ മാറ്റങ്ങളും ശ്രദ്ധിക്കണം.
അവരുമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാം. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പോഴൊക്കെ ചെറിയ അകൽച്ചയോ പിണക്കങ്ങളോ വരാൻ സാധ്യതയുണ്ട്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നത് ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ സഹായിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. നല്ല ആലോചനകൾ വരാനും വിവാഹം നടക്കാനും സാധ്യതയുണ്ട്. പോലീസ്, സൈന്യം, നിയമം എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ കാലയളവ് വളരെ ഗുണകരമായിരിക്കും. പ്രൊമോഷനുകളോ അർഹമായ അംഗീകാരങ്ങളോ നിങ്ങളെ തേടിയെത്തും. അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണരംഗത്തുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുമായോ സഹപ്രവർത്തകരുമായോ ചില അഭിപ്രായ ഭിന്നതകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് മാനസികമായ ടെൻഷൻ വർദ്ധിപ്പിച്ചേക്കാം. പ്രവാസികൾക്ക് ഇത് അഭിമാനിക്കാവുന്ന സമയമാണ്. മികച്ച സാമ്പത്തിക നേട്ടങ്ങളും കരിയറിൽ വലിയ വളർച്ചയും ഈ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകും. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച വേദി ലഭിക്കും. വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. സാമൂഹ്യ പ്രവർത്തകർക്കും ജനസമ്മതി വർദ്ധിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായി ഈ കാലയളവ് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. വലിയ അസുഖങ്ങളൊന്നും അലട്ടില്ല. എങ്കിലും ഭക്ഷണകാര്യത്തിൽ മിതത്വം പാലിക്കണം. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹായിക്കാൻ പോയി അവസാനം കുറ്റപ്പെടുത്തലുകളും പഴിയും കേൾക്കാൻ ഇടവരും. ഈ കാലയളവിലെ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും വിഷ്ണുവിന്റെ അവതാരമൂർത്തികൾക്ക് ഇഷ്ടനിവേദ്യങ്ങൾ നൽകി ഭജിക്കുക. ദേവിക്ക് കടുംപായസം വഴിപാടായി കഴിക്കുന്നത് കുടുംബത്തിലെ ഐശ്വര്യത്തിന് നല്ലതാണ്. ഇടവൻ രാശിക്കാർക്കായുള്ള ഏപ്രിൽ മാസ പ്രവചനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.